ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 25 ആണ്ടുവട്ടത്തിലെ 25 വാരം വ്യാഴാഴ്ച. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ 9 അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഹെരോദോസ് രാജാവ് ഈശോയെക്കുറിച്ച് കേൾക്കുകയും ഈശോയെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വചനഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഹെരോദോസിന്റെ 3 ഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ഹെരോദോസ് രാജാവ് പരിഭ്രാന്തനായി. ഹെരോദോസിനൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. ഹെരോദോസ് ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യത്തേത്, വചനം പറയുന്നതനുസരിച്ച് സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദോസ് രാജാവ് പരിഭ്രാന്തനായി. എന്ത് സംഭവിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വായിച്ചു കേൾക്കുന്നത്. എന്ത് കാരണമാണ് ഹെരോദോസ് രാജാവ് ഇത്രയും പരിഭ്രാന്തനായിട്ട് മാറുന്നത്? ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുൻപ് നമ്മൾ ഇന്നലെ വായിച്ച് കേട്ട സുവിശേഷമുണ്ട്. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ വിളിച്ച് അവർക്ക് അധികാരം നൽകിക്കൊണ്ട് അവരെ അയക്കുകയും അവരെ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവർ ചെയ്ത 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പിശാചുകളെ ഒഴിപ്പിച്ചായിരുന്നു, ദൈവവചനം പ്രഘോഷിച്ചായിരുന്നു, രോഗങ്ങൾ സുഖപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് ആ നാട്ടിലെന്നും പാട്ടായ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹെരോദോസ് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പരിഭ്രാന്തനാവുന്നുണ്ട്. നാട്ടിലൊരു നന്മ നടക്കുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹെരോദോസ് രാജാവിനുണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് പരിഭ്രാന്തിയാണ്, അസ്വസ്ഥതയാണ്. താനോ നന്മ ചെയ്യുന്നില്ല, മറ്റൊരാൾ നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അതെവിടെയോ സ്വീകരിക്കാനൊരു ബുദ്ധിമുട്ടോടുകൂടി നിൽക്കുന്ന ഒരു ഹെരോദോസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ന്യൂസിലൊക്കെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ റെസ്പോൺസ് എന്താണ്, എൻ്റെ മനോഭാവം എന്താണ്? അതിലെ കുറ്റം കണ്ടുപിടിക്കാനും അതിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മനോഭാവമാണോ എനിക്കുള്ളതെന്ന് ചിന്തിക്കാം. നമ്മൾ പള്ളികളിലൊക്കെ കാണുന്നതാണ്. ചില സമയത്തൊക്കെ എന്തെങ്കിലും നന്മ ചെയ്യാമെന്ന് വിചാരിച്ചാലും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാൾക്കാരുടെ ഒരു കൂട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളുടെ കുടുംബങ്ങളും അതുപോലെ തന്നെയാണ്. എന്തൊക്കെ നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും, എത്രത്തോളം അങ്ങോട്ട് ചേർത്ത് പിടിക്കാൻ വേണ്ടി കൈനീട്ടിയാലും നമ്മളെ എന്നും കുറ്റത്തോടുകൂടെ കാണുന്ന, പുച്ഛത്തോടുകൂടെ കാണുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഹെരോദോസിൻ്റെ ഒരു ഭാവമില്ലേ? ചില സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെരോദോസിൻ്റെ ഈ ഭാവം വരുന്നില്ലേ? അടുത്തത് ഹെരോദോസിൻ്റെ സംശയമാണ്. ഹെരോദോസ് ചോദിക്കുന്നത്, ഇത് സ്നാപകയോഹന്നാൻ എങ്ങനെയാവും? സ്നാപകയോഹന്നാന് ഞാൻ ശിരച്ഛേദനം ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ആരെന്ന് എന്ന ചോദ്യത്തിന് തൻ്റെ ഒപ്പമുള്ളവർ ഹെരോദോസിനോട് ആദ്യം പറയുന്നത് ഇത് സ്നാപകയോഹന്നാനോ ഏലിയായോ മറ്റു പ്രവാചകന്മാരോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹെരോദോസ് ആകെ കേൾക്കുന്നത് എന്താണ്? ഇത് സ്നാപകയോഹന്നാനാണോ എന്നുള്ള ചോദ്യം മാത്രമാണ്. ഹെരോദോസിന്റെ ഈ 2ാമത്തെ ഭാവത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. താൻ ചെയ്ത കുറ്റം തന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നൊരവസ്ഥ. അത് പലപ്പോഴും ഫുൾ ടൈം എൻ്റെ ചിന്തയിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ പേര് കേൾക്കുമ്പോൾ തൻ്റെ തെറ്റ് തനിക്ക് ഓർമ്മ വരുന്ന ഒരു ഹെരോദോസിൻ്റെ ഒരു ഭാവമുണ്ട്. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ചെയ്ത പാപങ്ങളൊന്നും നമുക്ക് ഫുൾ ടൈം ഓർമ്മയിലൊന്നും നിൽക്കുന്നില്ല. അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു രാജാവിനെ പോലെ ഞാനിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ചില സമയത്തെ ചില സംഭവങ്ങളോ ചില വാക്കുകളോ ചില പേരുകളോ ചില വ്യക്തികളോ നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർമ്മപ്പെടുത്തും. ആ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് ഉണ്ടാവേണ്ടത്? എനിക്ക് തോന്നുന്നു നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു അനുതാപമാണ്. സംശയം വരുന്ന ഒരാളിൽ ഒരിക്കലും അനുതാപമില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് വരേണ്ടത് ഒരു അനുതാപമാണ്. ദൈവമേ, ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കർത്താവ് ഈ സംഭവങ്ങളിലൂടെ തന്നതാണെങ്കിലോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹെരോദോസിനെ പോലെ സംശയിച്ച് നിൽക്കാതെ ഒന്ന് പോയിട്ടൊന്ന് കുമ്പസാരിച്ചേക്കാം, എൻ്റെ പാപങ്ങളൊന്ന് കഴുകി കളഞ്ഞേക്കാം എന്നൊരു മനോഭാവത്തിൻ്റെ മാറ്റം നമുക്കുണ്ടാവണം. 3ാമത് വചനത്തിൽ അവസാനം പറയുന്നു, ഹെരോദോസ് ഈശോയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്തിനാണ് ആഗ്രഹിച്ചത്? കാണാൻ ആഗ്രഹിച്ചത് തൻ്റെ തെറ്റ് ഏറ്റുപറയാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രായശ്ചിത്തം ചെയ്യാനോ അല്ല. ഒരു കൗതുകം മാത്രമാണ്. ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ചു. എന്തിനാണ്? ഒരു കൗതുകത്തോടു കൂടെ. നമ്മൾ ലൂക്കായുടെ സുവിശേഷം തന്നെ 23 അധ്യായത്തിലെ ഹെരോദോസിന്റെ മുൻപിലേക്ക് ഈശോയെ കൊണ്ടുവരുന്നുണ്ട് പീലാത്തോസ് അയക്കുമ്പോൾ. അവിടെ ഹെരോദോസിന്റെ മനോഭാവം പുച്ഛമാണ്. നീ കുറെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നവനല്ല, ആ അത്ഭുതങ്ങളൊക്കെ കാണട്ടെ എന്ന് പറയുന്ന ഒരു ഹെരോദോസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ജെന്യൂനായിട്ടുള്ള ഒരു ആഗ്രഹമല്ല ഈശോയെ കാണാൻ വേണ്ടിയിട്ട്. മറിച്ച് ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ കാണാം, വെറുതെ ഗിമ്മിക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പെർഫോമൻസ് കാണാമെന്ന് വിചാരിച്ച് മാത്രം നിൽക്കുന്ന ഒരു ഹെരോദോസ് ഉണ്ട്. ദൈവത്തെ എവിടെയോ വളരെ ചെറുതായിട്ട് വില കുറച്ച് കാണുന്ന ഒരു ഹെരോദോസ്. കാരണം ഹെരോദോസിന്റെ ആ ആഗ്രഹം ഒരിക്കലും ജെന്യുവനല്ല. ഇന്ന് അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ദൈവാനുഭവം ആഗ്രഹിക്കുന്നവരെന്നല്ല എല്ലാവരും. പക്ഷേ ഈ ദൈവാനുഭവം എന്ന് പറയുന്നത് ഒരു നാടകീയമായിട്ടുള്ള, ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു അനുഭവത്തെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഫോക്കസ് ആണെങ്കിൽ നമുക്കും ഹെരോദോസിനെ പോലെ ഒരു ഭാവമാണ്. എൻ്റെ ആഗ്രഹം ദൈവാനുഭവത്തോട് വേണ്ടിയിട്ടുള്ള
എൻ്റെ ഒരു ആഗ്രഹം എത്രത്തോളം ജെന്യുവനാണെന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ അത്ഭുതകരമായി നിൽക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ഭാവമാണോ, അല്ലെങ്കിൽ എനിക്ക് വളരെ പേഴ്സണലായിട്ട് വേറെ ഒരു വലിയൊരു അത്ഭുതം പോലും എൻ്റെ ജീവിതത്തിലൊരു വലിയ മാറ്റം പോലും ഉണ്ടാകും, പക്ഷെ എന്നാൽ പോലും എനിക്ക് ഈശോയുടെ ഒരു അനുഭവം വേണം എന്ന് എത്രത്തോളം നമ്മളെ കൂടെ ആഗ്രഹിക്കാൻ സാധിക്കും. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാം. ഒപ്പമുള്ളവർ എൻ്റെ കൺമുമ്പിൽ ഞാൻ കേൾക്കുന്നതിലൊക്കെ നന്മ കേൾക്കുമ്പോൾ, നന്മ കാണുമ്പോൾ എൻ്റെ റെസ്പോൺസ് എന്താണ്? അതിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു മനോഭാവമാണ്. ചെയ്ത തെറ്റുകളുടെ ഓർമ്മപ്പെടുത്തലുകൾ എനിക്ക് ജീവിതാനുഭവങ്ങളിലൂടെ, ഞാൻ കടന്നു പോകുന്ന നിമിഷങ്ങളിലൂടെയൊക്കെ എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ മനോഭാവം എന്താണ്? സംശയമാണോ, വിശ്വാസക്കുറവാണോ, അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ ഒരു മനോഭാവം എനിക്ക് വരുന്നുണ്ടോ? ഞാൻ ഈശോയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു ദൈവാനുഭവം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് എത്രത്തോളം ജെനുവിനാണ്? ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.